ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 800 ഗ്രാം വരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വേവിക്കാം. അതിനുശേഷം തീ അല്പം ഒന്ന് കുറച്ചൊരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 വിസിലും കൂടി വേവിച്ചെടുക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ടും നമ്മൾ കുക്കറൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ വിസിലുകളുടെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവും. ബീഫ് ഉടഞ്ഞു പോവാതെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 7-8 വലിയ ഉള്ളി വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടി തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. അടി കട്ടിയുള്ള ഒരു പാൻ ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് വരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവോള നീളത്തിലരിഞ്ഞതും, ഒരു തക്കാളി, നല്ല പഴുത്തൊരു തക്കാളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തും, 2 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് വഴണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല. 2 മിനിറ്റ് സമയം മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമ്മളിപ്പോൾ വേവിച്ചെടുത്തിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എങ്കിലും കുറച്ച് വെള്ളമൊക്കെ ബീഫിൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബീഫിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കൂട്ടിയിട്ട് ഇതുപോലെ കുറച്ച് സമയം വയ്ക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബീഫിലുള്ള വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ നിറയെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു കറി നല്ല തിക്കായിട്ട് വരും. ആ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റി വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വറ്റിച്ചെടുക്കണം ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി തീ കൂട്ടിയിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവ് നോക്കി അതിനനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടി ചേർക്കാനായിട്ട്. ഇതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഇനി കുറച്ച് സമയം കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. എത്രത്തോളം നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണം ആ ഒരു രീതിയിൽ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കിടന്ന് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇത് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് തീ ഓഫാക്കി ഇടുന്നത്. നല്ല അടിപൊളിയായിട്ടില്ലേ? കാണാൻ തന്നെ നല്ല അടിപൊളിയായി ഭംഗിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്